ഹലോ സർ, സോറി സർ, ഞാൻ സിഗ്നലിൽ കുടുങ്ങിപ്പോയി. ഞാനൊരു വേഗം വാ. 10 മിനിറ്റിനുള്ളിൽ എത്തും സർ. യെസ് സർ, ഇതാ വരുന്നു. ഋഷി തന്റെ കുടുംബത്തിന്റെ അനുമതിയില്ലാതെ ഒരു സമ്പന്നയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഒരു ഡെലിവറി ബോയായി ജോലി ചെയ്യുകയാണ്. പക്ഷെ ആ ദിവസം കിട്ടിയ ഓർഡർ അവന്റെ ജീവിതം തലകീഴായി മറിക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. സോറി സർ. ഷട്ട് അപ്പ്. 380 രൂപ സർ. ഞാൻ കൊണ്ടുവരാം. ഇനി നീയോ ഒന്ന് കാത്തിരിക്കേ. മൈ ഡിയർ സ്വീറ്റ് ഹാർട്ട്, ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. പിടിച്ചോ. ഏയ്, നിനക്കെത്ര ധൈര്യം ഉണ്ടടാ എന്റെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യയെ തൊടാൻ? റാസ്കൽ, എന്റെ ശ്രീലക്ഷ്മി ഇനി നീ തൊട്ടാ നിന്നെ ഞാൻ കൊല്ലും. നീ ശ്രീലു, എന്താ ഇത്? ഇവൻ ആരാ? ഋഷി, ഇതാരാന്ന് വിചാരിച്ചിട്ടാ നീ ഇങ്ങനെ പെരുമാറുന്നത്? നീ ഇപ്പൊ ആരെയും അടിച്ചതാന്നറിയോ? ഇത് ശരത്താണ്. അവൻ നിന്നെ പോലെ ഒരു പിച്ചക്കാരനല്ല. നിനക്ക് അവന്റെ മുന്നിൽ നിൽക്കാൻ പോലും അവകാശമില്ല. അവനെ തൊടാൻ പോകുന്നോ നീ? അവൻ കൊച്ചിയിലെ ഏറ്റവും സമ്പന്നനായ ബിസിനസ്മാനാ. നീയോ? നിന്റെ ലെവല് നോക്ക്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ നീ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നു. അവന്റെ ഓർഡർ കൊണ്ടല്ലേ നിനക്ക് ഭക്ഷണം കിട്ടുന്നത്. അവൻ ടിപ്പ് തന്ന ഇന്നത്തെ നിന്റെ ഡിന്നർ ബിരിയാണി ആയിരിക്കും. എന്നാ നീ അവനെ അടിച്ചു. എങ്ങനെ ധൈര്യം വന്നു നിനക്ക്? പിച്ചക്കാരൻ. എന്ത്? നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത് ഞാൻ പിച്ചക്കാരനാണെന്ന്? ശ്രീലു, നമ്മുടെ പ്രണയം കള്ളമായിരുന്നോ? നമ്മുടെ വിവാഹം കള്ളമായിരുന്നോ? ശ്രീലു, നമ്മുടേതൊരു ലവ് മാരേജ് ആയിരുന്നില്ലേ? എന്ത് ലവ്? അതും നിന്നോടോ? ബുൾഷിറ്റ്. നിന്റെ മുഖം ഒരിക്കലെങ്കിലും കണ്ണാടിയിൽ കണ്ടിട്ടുണ്ടോ നീ? ശരത്തിന് ചുറ്റും അവന് വേണ്ടി പണിയെടുക്കാൻ സെർവൻസ് ഉണ്ട്. നിനക്കോ ധരിക്കാൻ ഒരു നല്ല ചപ്പല് പോലുമില്ല. 1 രൂപയ്ക്ക് ഭിക്ഷ ചോദിക്കുന്ന ഭിക്ഷക്കാരനാ നീ. എന്നിട്ട് നിനക്ക് എന്നെ പോലൊരു പെൺകുട്ടിയെ വേണോ? ഞാൻ പുറത്തേക്ക് പോയാലേ എന്റെ ഫ്രണ്ട്സ് ഡ്രൈവറിനൊപ്പമാണോ വന്നതെന്ന് ചോദിച്ച് കളിയാക്കും. മോളിലേക്ക് ഷോപ്പിങ്ങിന് പോയാ നീ ഓഫറുകൾ നോക്കി നടക്കും. പേഴ്സില് കാശില്ലെങ്കിൽ ഈ റിച്ച് ലൈഫ് കിട്ടാൻ നീ എന്തിനാ ശ്രമിക്കുന്നത്? എനിക്കിതെല്ലാം കൊണ്ട് മടുത്തു. നിനക്ക് ഒരു നല്ല റിച്ച് ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ല. നീ ഒരു അനാഥന. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. സോ ഞാൻ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? നിനക്ക് എന്നെ വിട്ടു പോണോ? അതെ, വിട്ടു പോകും. ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ തീരുമാനിച്ചു. ഏയ് ശ്രീലു, ഈ ലോഫറിന് വേണ്ടി നീ ഏയ്, ഞാൻ നിനക്ക് വേണ്ടി എന്റെ കുടുംബത്തെ വരെ ഉപേക്ഷിച്ചു. എന്റെ അമ്മയും അച്ഛനും എനിക്കായി എല്ലാം ചെയ്തിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു നിന്റെ പ്രണയം അതിനേക്കാളും വലിയതാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചേ. ശ്രീലു, അതൊന്നും എന്റെ തെറ്റല്ല. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് നിന്നെ വേണ്ട, അത്ര തന്നെ. ഇപ്പം നിന്നെ ഇങ്ങനെ കണ്ടിട്ട് ഇനി നിന്റെ കൂടെ ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല. ഗോ ടു ഹെൽ. ഇന്നു മുതൽ നീയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഓഹോ, നീയാണോ ശ്രീലുവിന്റെ ഭർത്താവ് ലോഫർ ഋഷി? ശ്രീലു, നീ പറയാറില്ലേ നിന്റെ ഭർത്താവ് ഒരു ലോഫറാണെന്നും ജീവിക്കാൻ പോലും പറ്റാത്ത ഒരാളാണെന്നും? ഞാനൊരു കാര്യം പറയട്ടെ, നിന്നെ കാണുമ്പോ തന്നെ അങ്ങനെ തോന്നുന്നു. വർമാസ് ഗ്രൂപ്പ് ഓണർ ശ്രീമതി ശ്രീലുവും റോഡ് സൈഡ് പിച്ചക്കാരൻ ഋഷിയും നിങ്ങൾ തമ്മിൽ ഒരു മാച്ചില്ലല്ലോ. നിനക്കൊട്ടും നാണമില്ലേ ഇപ്പോഴും ഇവിടെ വന്നിങ്ങനെ നിൽക്കാൻ?
ഒരു കാര്യം ചെയ്യാൻ നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നീ ഒരാണാണെന്ന് പറഞ്ഞു നടക്കരുത്. അതിന് നീ എന്നെ പോലെ ഒരു സ്ട്രോങ് ആൺകുട്ടിയാവണം. ആ പിന്നെ വേറൊരു കാര്യം, നീ വാങ്ങിയ സാധനത്തിന് ഇനി ടിപ്പ് ചോദിക്കണ്ട. കാരണം അത് നീ വാങ്ങിയത് നിന്റെ ഭാര്യയ്ക്കാ, അല്ലേ? ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിരുന്നത് കൊണ്ടൊന്നും മാറില്ല. ഇറ്റ്സ് ഇറിറ്റേറ്റിംഗ്. നിന്റെ ഇവിടുത്തെ ജോലി തീർന്നു, ഇനി പൊയ്ക്കോ. ഒന്ന് നിൽക്ക് ശ്രീലു, ഇത്ര പെട്ടെന്ന് ഇവനെ നീ പറഞ്ഞയക്കല്ലേ. ഇനി ബാക്കിയുള്ള മാനം പോലും വേണ്ടേ നിനക്ക്? ഗെറ്റ് ഔട്ട്. എക്സ്ക്യൂസ് മീ സർ, ഞാൻ നിന്നെ വിശ്വസിച്ച് വലിയൊരു പ്രൊജക്ട് നിനക്ക് തന്നു. പക്ഷെ നീ അതിൽ ഒരുപാട് തെറ്റുകൾ വരുത്തി. നാളെ മുതൽ നീ ജോലിക്ക് വരണ്ട. ബട്ട് ഗെറ്റ് ഔട്ട്. നീ പോയ ജോലി കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഡോണ്ട് വറി. നാളെ എന്റെ സെർവൻസിനോട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ പുന്നാര മരുമോനുണ്ടല്ലോ. വീണ്ടും തുടച്ചോ, പ്രശ്നമില്ല. എങ്കിലും നീ ഇവിടെ വെറുതെ ഇരിക്കല്ലേ. കുറച്ച് എക്സസൈസ് എങ്കിലും ആവട്ടെ. ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന ഭർത്താവ് എന്ത് ഭാഗ്യമല്ലേ നിനക്ക്. എല്ലാ വീടുകളിലും ഭർത്താവ് ജോലിക്ക് പോയി ഭാര്യയെ സന്തോഷിപ്പിക്കും. പക്ഷെ നമ്മുടെ വീട്ടില് നേരെ തിരിച്ച. ഇവിടെ ഭാര്യ പണം സമ്പാദിച്ച് ഭർത്താവ് അത് ചെലവഴിക്കുന്നു. എന്റെ മകളുടെ വിവാഹം എത്ര സ്വപ്നം കണ്ടതായിരുന്നു ഞാൻ. പക്ഷെ ഈ ജോക്കർ അതെല്ലാം നശിപ്പിച്ചു. അമ്മ ഒന്ന് മിണ്ടാതിരിക്കും. ഞാൻ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ തുടങ്ങല്ലേ.
ഇതെല്ലാം നീ കാരണോ? ഞാൻ വിചാരിച്ചത് നീ ഒരു സമ്പന്നനായ ആളെ വിവാഹം കഴിക്കുമെന്നായിരുന്നു. പക്ഷെ നീ ഒരു ജോലിയില്ലാത്ത പാഴിനെ പിടിച്ച് വിവാഹം കഴിച്ചു. ബന്ധുക്കളുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്തി. ശ്രീലു, ഇപ്പോഴും നിനക്ക് സമയമുണ്ട്. നിനക്ക് കുട്ടിയാവുന്നതിന് മുൻപ് തന്നെ നീ ഡിവോഴ്സ് കൊടുക്ക്. ഞാൻ നിനക്ക് നല്ലൊരാളെ കണ്ടെത്തി തരാം. അമ്മേ, ഓഫീസിലെ തന്നെ ഒരുപാട് സ്ട്രെസ് എനിക്കുണ്ട്. വീട്ടിൽ വന്നാൽ അമ്മയുടെ വക അടുത്തത് തുടങ്ങല്ലേ. എന്റെ വിവാഹത്തിൽ എനിക്കിപ്പോ ഒരു പ്രോബ്ലവും ഇല്ല. ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയല്ലേ മോളെ. അമ്മേ മതി, ഞാൻ മടുത്തു. ഒന്ന് നിർത്ത്. ഇനി ഞാൻ ഋഷി അറിഞ്ഞിട്ടാണ് അവനെ വിവാഹം കഴിച്ചത്. ഒരു ഡെലിവറി ബോയ് ആയിരുന്ന ഋഷി എങ്ങനെ ഒരു രാത്രിക്കുള്ളിൽ പ്രൈം മീഡിയയുടെ സിഇഒ ആയി മാറി? ഋഷി എന്തിനാണ് തന്റെ യഥാർത്ഥ ബാക്ക്ഗ്രൗണ്ട് മറച്ചുവെച്ച് ദരിദ്രനായി ജീവിച്ചത്? ഇതിന്റെ പിന്നിലെ സത്യം എന്താണ്? ഋഷിയാണ് അവളുടെ കമ്പനി വാങ്ങിയതെന്ന് മനസ്സിലാക്കിയ ശ്രീലക്ഷ്മി ഇനി എന്തു ചെയ്യും? അവൾ അവനിലേക്ക് മടങ്ങുമോ? ഋഷി അവളെ വീണ്ടും സ്വീകരിക്കുമോ? ഋഷിയെ അപമാനിച്ച അഞ്ജലിക്ക് എന്ത് സംഭവിക്കും? ഋഷി തന്റെ കമ്പനി പ്രൊജക്ട് അഞ്ജലിക്ക് കൊടുക്കുമോ? ഋഷിയെ ഓരോ ദിവസവും അധിക്ഷേപിച്ചിരുന്ന ദേവയാനിക്ക് ഋഷിയാണ് പ്രൈം മീഡിയയുടെ പുതിയ സിഇഒ എന്നറിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാവം ഋഷിയുടെ ജീവിതത്തിലെ ഈ ഇൻട്രസ്റ്റിംഗ് കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഉടനെ പോക്കറ്റ് FM ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോടീശ്വരൻ കേൾക്കൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.